മാനിഫെസ്റ്റേഷൻ എന്നാൽ നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ, പ്രവൃത്തികൾ എന്നിവയെ ഒരു പ്രത്യേക ലക്ഷ്യവുമായി ഏകോപിപ്പിച്ച് ആ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുന്ന രീതിയാണ്. ഇനി ഇത് എങ്ങനെയൊക്കെ ചെയ്യാം? ഒന്നാമത്തത്, നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുക. സമ്മർദ്ദമോ ഉത്കണ്ഠയോ ഉള്ളപ്പോൾ മാനിഫെസ്റ്റേഷൻ ഫലപ്രദമാകില്ല. അതിനാൽ ദിവസവും 5 മിനിറ്റ് ശ്വസന വ്യായാമം അല്ലെങ്കിൽ പ്രാണായാമം പോലുള്ള ചെയ്യുക, അല്ലെങ്കിൽ യോഗ മെഡിറ്റേഷൻ എന്നിവ ചെയ്യാവുന്നതാണ്. അതായത് നമ്മുടെ മനസ്സിനെ പോസിറ്റീവ് അവസ്ഥയിലേക്ക് കൊണ്ടുവരിക. രണ്ടാമത്തത്, വ്യക്തമായ ലക്ഷ്യം. അതായത് നമുക്ക് എന്താണ് വേണ്ടതെന്ന് വളരെ വ്യക്തമായി തീരുമാനിക്കുക. ഉദാഹരണത്തിന്, നമുക്ക് കുറേ പണം വേണം എന്നല്ല, മാസം എനിക്ക് ഒരു 50,000 രൂപ വരുമാനം വേണം എന്ന് വളരെ വ്യക്തമായി തീരുമാനിക്കുക. ഇതിനുശേഷം ആ ലക്ഷ്യം നേടിക്കഴിയുമ്പോൾ സന്തോഷം ഇപ്പോൾ തന്നെ അനുഭവിക്കാൻ ശ്രമിക്കുക. മൂന്നാമത്തത്, ഭാവിയെക്കുറിച്ച് എഴുതുക. അതായത് നമ്മുടെ ലക്ഷ്യം സാധിച്ചു കഴിഞ്ഞു എന്ന രീതിയിൽ ഒരു ഡയറിയിൽ എഴുതി വെക്കുക. ഉദാഹരണത്തിന്, ഞാൻ ഇന്ന് എൻ്റെ ഓഫീസിൽ ജോയിൻ ചെയ്തു, എല്ലാവരും എന്നെ അഭിനന്ദിച്ചു, എനിക്ക് വളരെയധികം സന്തോഷമായി. നാലാമത്തത്, സ്വപ്നം കാണുക. അതായത് നമ്മുടെ ലക്ഷ്യം നേടിക്കഴിഞ്ഞെന്ന് കണ്ണടച്ചിട്ട് ഒരു സിനിമ പോലെ കാണുക. അവിടുത്തെ കാഴ്ചകൾ, അവിടുത്തെ മണം, അവിടുത്തെ ശബ്ദങ്ങൾ എന്നിവയെല്ലാം അനുഭവിക്കാൻ ശ്രമിക്കുക. ഇത് നമ്മുടെ ഉപബോധ മനസ്സിനെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വേഗത്തിൽ അടുപ്പിക്കാൻ സഹായിക്കും. അഞ്ചാമത്തത്, പ്രവൃത്തി. വെറുതെ സ്വപ്നം കണ്ടതുകൊണ്ട് ഒരു മാനിഫെസ്റ്റേഷൻ നടക്കാൻ പോകുന്നില്ല. അതിനുവേണ്ടി പ്രവൃത്തി വളരെയധികം അത്യാവശ്യമാണ്. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുന്ന പ്രവൃത്തി ഓരോ ദിവസവും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക. ഉദാഹരണത്തിന്, ഒരു ജോലിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ കോഴ്സുകൾ പഠിക്കുക, അതിൻ്റെ റെസ്യൂം പ്രിപ്പയർ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യം ചെയ്താൽ മാത്രമേ മാനിഫെസ്റ്റേഷൻ പൂർണ്ണമാകൂ. ഇനി മാനിഫെസ്റ്റേഷൻ സഹായിക്കുന്ന 2 ടെക്നിക്കുകൾ കൂടി നോക്കാം. ഒന്നാമത്തത് 3-6-9 ടെക്നിക്കാണ്. അതായത് നമ്മുടെ ലക്ഷ്യം എന്താണോ അതിനെപ്പറ്റി രാവിലെ 3 നേരം, ഉച്ചയ്ക്ക് 6 നേരം, രാത്രിയിൽ 9 നേരം എന്നിങ്ങനെ ഡയറിയിലോ ബുക്കിലോ ദിവസവും എഴുതുക. രണ്ടാമത്തത് വിഷൻ ബോർഡാണ്. നമ്മുടെ ലക്ഷ്യം എന്താണോ അതിനെപ്പറ്റിയൊരു പിക്ചർ വരയ്ക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്പ് ഉപയോഗിച്ച് ഒരു ഫോട്ടോ ഉണ്ടാക്കാവുന്നതാണ്. അതിനുശേഷം അത് നമ്മുടെ ഫോണിൻ്റെ വാൾപേപ്പറിൽ സെറ്റ് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതോടെ നമ്മുടെ ലക്ഷ്യത്തെപ്പറ്റി എപ്പോഴും നമുക്ക് ചിന്ത ഉണ്ടാവാൻ സഹായിക്കും. ചുരുക്കത്തിൽ, മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു മാജിക്കൊന്നുമല്ല. നമ്മുടെ ചിന്ത, വിശ്വാസം, ഐഡൻറ്റിറ്റി, പ്രവൃത്തി എന്നിവയിലൂടെ ഉണ്ടാകുന്ന ഫലമാണ്.